യേശുവിലെ പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഇന്ന് ലോകം കൂടുതൽ ശ്രദ്ധിക്കുന്നതായിട്ട് കാണാം. ഒരുപാട് ആൾക്കാർ പറയും, അല്പം കൂടെ ഏകാഗ്രമായിട്ട് പ്രാർത്ഥിക്കാൻ ഒരു സ്ഥലം പറയാമോ, അങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന ഒരു ധ്യാനം പറയാമോ, ധ്യാന കേന്ദ്രം പറയാമോ? മനുഷ്യർക്കെല്ലാം ഇന്ന് പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു വലിയ ആഗ്രഹമാണ്. പക്ഷേ ശരിക്കും പ്രാർത്ഥിക്കാനായിട്ട് കഴിയുന്നുമില്ല. ഗസമേനി പറഞ്ഞതുപോലെ ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനം. മനുഷ്യരെ എല്ലാ കാര്യങ്ങൾക്കും ഓരോരുത്തരോട് ഉത്തരം പറയണം. അതുകൊണ്ട് ആ കാര്യമെല്ലാം ചെയ്തു തീർക്കും. ഭൂമിയിൽ ജീവിക്കുമ്പോൾ നേരിട്ട് ഉത്തരം പറയേണ്ടാത്തത് കൊണ്ട് ദൈവകാര്യം മാത്രം അങ്ങ് ഉപേക്ഷിക്കും. അങ്ങനെ പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് മാന്ദ്യം സംഭവിക്കുന്നതായിട്ട് കാണാം. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവുമായുള്ള ഒരു നിരന്തരമായ ബന്ധമാണല്ലോ. മനുഷ്യൻ സ്വഭാവത്താലെ പാപാവസ്ഥയ്ക്ക് വിൽക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ പെട്ടെന്ന് വീഴ്ചകളുണ്ടാവും. വീഴാനുള്ള സാധ്യത, തെറ്റിയാനുള്ള സാധ്യത, തിന്മയിലേക്ക് ചെരിയുവാനുള്ള സാധ്യത മനുഷ്യനിൽ ഒരുപാടുണ്ട്. അതിനെ അതിജീവിക്കണമെങ്കിൽ നന്മയായ ദൈവവുമായി നിരന്തരം ബന്ധപ്പെടണം. അപ്പം അതിനാൽ തന്നെ പ്രാർത്ഥന എൻ്റെ ഒരു നീഡായിട്ട് മാറുന്നു, എൻ്റെ ഒരു അത്യാവശ്യമായിട്ട് മാറുകയാണ്. ഒരു ആവശ്യം മാത്രമല്ല, അത്യാവശ്യമായിട്ട് മാറുന്നു. ഞാൻ ദൈവത്തിന് മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ദൈവത്തിന് എൻ്റെ മേൽ അധികാരം കൊടുക്കുക. നിനക്കിഷ്ടം പോലെ എഴുതാൻ എൻ്റെ ജീവിതത്തെ തരും. ഞാനൊരു വെള്ളക്കടലാസാണ്, നിനക്കിഷ്ടമുള്ളത് ഞാനെന്ന വെള്ളക്കടലാസിൽ നീ എഴുതിക്കൊള്ളുക. അതിനുള്ളൊരവസരം ദൈവത്തിന് ഞാൻ കൊടുക്കുകയാണ് എൻ്റെ പ്രാർത്ഥനയിൽ. ദൈവത്തിന് മുമ്പാകെ പ്രാർത്ഥനയിൽ ഒരു വ്യക്തി സ്വയം വെച്ചു കൊടുക്കുമ്പോൾ ആ വ്യക്തിയെ ദൈവം ഒരുപാട് ഉയർത്തുന്നതായി നമുക്ക് കാണാം. ആരെല്ലാം പ്രാർത്ഥനയിൽ തമ്പുരാന്റെ കരങ്ങളിലേക്ക് കൊടുത്തോ അവരെല്ലാം ഒരുപാട് വലിയവരായി. കഴിവും സാമർഥ്യമില്ലാത്ത ജോൺ മേരി വിയാനി അച്ഛൻ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ച് ഇന്ന് എല്ലാ വൈദികരുടെയും, വലിയ ബുദ്ധിമാന്മാരും ദൈവശാസ്ത്രജ്ഞരും തത്വചിന്തകരും ഒക്കെയായ സകല വൈദികരുടെയും മധ്യസ്ഥനായിട്ട് നിൽക്കുന്നത് കഴിവില്ലാത്ത ജോൺ മേരി വിയാനി അച്ഛനാണ്. എവിടുന്ന ശക്തി? പ്രാർത്ഥനയിൽ നിന്നും ആർജിച്ച ദൈവികമായ ഒരു ശക്തി. പഴയ നിയമം എടുത്താൽ നമുക്ക് കാണാം. പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം, പഴയ നിയമ കഥാപാത്രങ്ങളെല്ലാവരും ദൈവവുമായി പ്രാർത്ഥനയിൽ ബന്ധപ്പെട്ടവരും പ്രാർത്ഥന വഴി ദൈവത്തോട് ആലോചന ചോദിച്ചവരുമാണ്. അവിടെയാണ് നിർണായക തീരുമാനങ്ങൾ പാളിച്ചില്ലാതെ എടുക്കാൻ പൂർവ്വപിതാക്കന്മാർക്ക് ശക്തി തന്നത്. അബ്രഹാം തൻ്റെ ജീവിതത്തിൻ്റെ നിർണായക നിമിഷങ്ങളിൽ ദൈവത്തോട് ആലോചന ചോദിച്ചിരുന്നു. പ്രാർത്ഥന വഴി ദൈവത്തോട് ആലോചന ചോദിച്ച അബ്രഹാമിന് അബദ്ധങ്ങൾ സംഭവിക്കുന്നില്ല. ദൈവവഴികളിൽ നടക്കുവാനും ദൈവത്തിന്റെ അറിയിപ്പുകളെ സ്വീകരിക്കുവാനും ദൈവത്തിന്റെ തിരുത്തലുകൾ ഉൾക്കൊള്ളുവാനും തക്ക വിധം പാകപ്പെട്ട ഹൃദയം അബ്രഹാമിന് ലഭിച്ചു. ഇസഹാക്ക്, യാക്കോബിന്റെ ജീവിതം ഒക്കെ നമ്മൾ കണ്ടെത്തുന്നത് പ്രാർത്ഥനയിലാണ്. പൂർവ്വ യോസേഫിന്റെ ജീവിതം പ്രാർത്ഥനാപരമായ ജീവിതം. പ്രവാചകന്മാരെ എടുക്കുക, എല്ലാ പ്രവാചകന്മാരും ദൈവത്തോട് പ്രാർത്ഥിച്ച് ശക്തി സംഭരിച്ചവരായിരുന്നു. പുറപ്പാടിൻ്റെയൊക്കെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് മോശ, ഒരു ജനതയുടെ നായകനായ മോശ. ആ മോശ ഇസ്രയേലും അമലോകരും തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ മലമുകളിൽ രണ്ട് കരങ്ങളും വിരിച്ചു പിടിച്ച് ഇസ്രയേൽ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. മോശ കരങ്ങൾ താഴ്ത്തിയിട്ടപ്പോൾ അമലോക്യർ ജയിച്ചു, ഇസ്രായേൽ തോറ്റു. മോശ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചപ്പോൾ ഇസ്രായേൽ ജയിച്ചു, അമലോക്യർ തോറ്റു. തിന്മയുടെ അമലോക്യർ ഇന്ന് ലോകത്ത് ജയിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം കരം വിരിച്ചു പിടിക്കേണ്ട മോശമാർ കരങ്ങൾ താഴ്ത്തിയിട്ടു എന്നതാണ്. ഒരുപക്ഷെ എൻ്റെ ഭർത്താവിന്റെ ജീവിതത്തിൽ പരിവർത്തനങ്ങൾ ഇനിയും വരാത്തതിന് കാരണം ഞാനെന്ന ഭാര്യ എൻ്റെ കരങ്ങൾ താഴ്ത്തിയിട്ടതല്ലേ? എൻ്റെ ഭാര്യയിൽ ഇനിയും കാര്യമായ മാറ്റം വരുന്നില്ലെങ്കിൽ ഞാനെന്ന ഭർത്താവ് കരങ്ങൾ താഴ്ത്തിയതല്ലേ? എൻ്റെ കുഞ്ഞുങ്ങൾ വിശുദ്ധിയുടെ മാർഗത്തിലൂടെ നടക്കുന്നില്ലെങ്കിൽ മാതാപിതാക്കളായ നിങ്ങൾ കരങ്ങൾ താഴ്ത്തിയിട്ടതാ. കരങ്ങൾ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും അനുഗ്രഹങ്ങളും മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ ജീവിതം പ്രാർത്ഥനയുടെ ജീവിതമല്ലേ? മംഗളവാർത്ത ശ്രവിക്കുന്നത് തന്നെ പ്രാർത്ഥനയുടെ നിശബ്ദതയിലാണ്. അമ്മയുടെ പ്രാർത്ഥന
അപ്പസ്തോല പ്രവർത്തനം 1:14 കാണാം, പരിശുദ്ധാത്മാവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ശിഷ്യ സമൂഹത്തിന് നായകസ്ഥാനം വഹിച്ച് അമ്മ അവരോടൊപ്പം പ്രാർത്ഥിക്കുന്ന അമ്മയാണ് കാണുക. യേശുവിന്റെ ജീവിതം നമുക്കറിയാം, അത് പ്രാർത്ഥനയുടേതായ ഒരു ജീവിതം തന്നെ. ലൂക്കായുടെ സുവിശേഷത്തെ വിളിക്കുന്ന പേര് തന്നെ പ്രാർത്ഥനയുടെ സുവിശേഷം എന്നാണല്ലോ. ആരംഭിക്കുന്നത് സക്കറിയായുടെ ദേവാലയ പ്രാർത്ഥന, അവസാനിക്കുന്നത് എമ്മാവൂർ ശിഷ്യന്മാർ തിരിച്ചു വന്നതിന് ശേഷമുള്ള ജെറുസലേം ദേവാലയത്തിലെ പ്രാർത്ഥന. അവിടെ വലിയൊരു പ്രാർത്ഥന അന്തരീക്ഷം നമ്മളവിടെ കണ്ടെത്തുകയാണ്. പ്രാർത്ഥന ബൈബിൾ ഉടനീളം ഈശോ നിരന്തരം പ്രാർത്ഥിക്കുന്നതായിട്ട് കാണാം. ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ്, തന്റെ പീഡാനുഭവത്തിന് മുമ്പ്, രോഗശാന്തി കൊടുക്കുന്നതിന് മുമ്പ് ഒക്കെ യേശു പ്രാർത്ഥിക്കുന്നു. അവസാനം കുരിശിലും ഒരു പ്രാർത്ഥനയോടെ പ്രാണനെ വെടിയുന്നു. പിതാവേ, നിന്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. 33 വർഷക്കാലം സങ്കീർത്തിൽ നിന്നും പെരുക്കിയെടുത്ത രാത്രി പ്രാർത്ഥന അവസാനം പിതാവിന്റെ കരങ്ങളിൽ ഉറങ്ങി വിശ്രമിക്കുമ്പോഴും ആ പ്രാർത്ഥന ഉരുവിട്ടുകൊണ്ട് തന്റെ പ്രാണനെ വെടിയുന്ന ക്രിസ്തുവിനെയാണ് നമ്മൾ കണ്ടെത്തുക. ഇവിടെ എല്ലാം പഠിപ്പിക്കുന്നത് പ്രാർത്ഥനയുടെ ഒരു വലിയ ശക്തിയെ കുറിച്ചാണ്. പ്രാർത്ഥനയുടെ ശക്തി ലൂക്കാസ് സുവിശേഷത്തിന്റെ 11-ാം അധ്യായത്തിൽ പ്രാർത്ഥനയെക്കുറിച്ച് യേശു പഠിപ്പിക്കുന്നത് നമുക്കറിയാം. അവിടെയാണ് യേശു പറയുക, ശരീരം കൊണ്ട് പ്രാർത്ഥിക്കണം, ചോദിക്കുമെന്ന് നിങ്ങൾക്ക് ലഭിക്കും. മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കണം, അന്വേഷിപ്പിൻ കണ്ടെത്തും. ആത്മാവിൽ ശാന്തമായി പ്രാർത്ഥിക്കണം, മുട്ടുവിൻ തുറക്കപ്പെടും. പ്രാർത്ഥനയുടെ പല വഴികളും യേശു മനോഹരമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രാർത്ഥനാ രീതികൾ യേശു വളരെ മനോഹരമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് യേശു തൻ്റെ ജീവിതത്തിൽ ലോകത്തിന് കൈമാറിയ പ്രാർത്ഥനാ ശൈലികൾ നമുക്കൊരിക്കലും മറക്കാൻ പറ്റുന്നതല്ല. പല പല പ്രാർത്ഥനാ ശൈലികളെ ക്രിസ്തു നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ഒന്നാമത് പറയുന്നുണ്ട്, എപ്പോൾ പ്രാർത്ഥിച്ചാലും അത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കണം. അതാണ് പറയുക, വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ കാണാം, രക്തസ്രാവക്കാരി സ്ത്രീ വിശ്വാസത്തോടു കൂടി അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ തൊട്ടു. അടുത്ത നിമിഷം അവൾ സൗഖ്യം പ്രാപിച്ചു. എന്റെ കർത്താവിനെ സുഖപ്പെടുത്തും എന്ന വിശ്വാസം, ആ വിശ്വാസത്തോടുകൂടി അവന്റെ വസ്ത്രത്തിന്റെ അഗ്രത്തിൽ തൊട്ടപ്പോൾ ആ നിമിഷത്തിൽ രോഗശാന്തി. പലപ്പോഴും നമുക്ക് ഒരു ഫലം കിട്ടാത്തതിന്റെ കാരണം നമ്മളുടെ പ്രാർത്ഥനയിൽ എത്രമാത്രം കിട്ടുമെന്നുള്ള വിശ്വാസം നമുക്കുണ്ട് എന്നുള്ളതാണ്. വിശ്വാസമുണ്ട്, പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട്. പലപ്പോഴും ഈ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഇല്ല. അവിടെയാണ് പറയുക, ഒരു കൊച്ചു കുഞ്ഞ് അപ്പനെയും അമ്മയും വിശ്വസിക്കുന്നത് പോലെ, അവർ പറയുന്നത് കേൾക്കുന്നത് പോലെ നമുക്ക് വിശ്വാസം ഉണ്ടാകണം. ഒരു കൊച്ചു കുഞ്ഞിന് ഹൈക്കമാൻഡ് അപ്പനും അമ്മയുമാണ്, അതിനപ്പുറം ഒന്നില്ല. അപ്പം ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരിക, വിശ്വാസത്തോടുകൂടിയുള്ള പ്രാർത്ഥന ദൈവം നടത്തി തരും എന്നുള്ള ഒരു വലിയ ഉറപ്പ്, ദൈവകരങ്ങളിൽ എല്ലാം ഭദ്രമാണ് എന്നൊരു ബോധ്യം യേശു പഠിപ്പിച്ച മാതൃകയാണ്. മത്തായി സുവിശേഷം 9-ാം അധ്യായത്തിൽ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത്. വീണ്ടും ബൈബിൾ പരിചയപ്പെടുത്തുന്ന പ്രാർത്ഥനയുടെ മറ്റൊരു രീതിയാണ് ത്യാഗത്തോടെ പ്രാർത്ഥിക്കണം. അപ്പസ്തോല പ്രവൃത്തികൾ 9-ാം അധ്യായം, സാവൂൾ ഉപവാസമെടുത്ത് ത്യാഗത്തോടെ പ്രാർത്ഥിച്ചു. അപ്പോൾ കണ്ണിൽ നിന്നും ചെതുമ്പൽ അടന്നു വീണു. സാവൂൾ പൗലോസായി പുനർജനിക്കുന്ന കാഴ്ച. ഡമാസ്കസിന്റെ ഇരുളടഞ്ഞ തെരുവീതിയിൽ ക്രിസ്തു സന്ദേശത്തെ നിശബ്ദമാക്കാൻ കൈവിലങ്ങുമായി പുറപ്പെട്ടവനാ സാവൂൾ. ത്യാഗത്തോടുകൂടി ഇരുന്ന് പ്രാർത്ഥിച്ച് പൗലോസായി മാറുന്നു. ക്രിസ്തുവിന്റെ തീഷ്ണമതിയായ പൗലോസ്. ക്രിസ്തുവിന് ശേഷം ക്രിസ്തു സന്ദേശത്തെ നട്ട് നനച്ചു വളർത്തിയ പ്രേക്ഷിതവര്യനായ പൗലോസ്. അപ്പം പ്രാർത്ഥന ത്യാഗത്തോടുകൂടിയുള്ള പ്രാർത്ഥന, ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു. ഒരുപക്ഷെ നമ്മുടെ ചില ആൾക്കാർക്ക് ഭക്ഷണം വെടിയാൻ ബുദ്ധിമുട്ട്, ഉപവാസം എടുക്കാൻ ബുദ്ധിമുട്ട്. അങ്ങനെയുള്ളവര് കിട്ടുന്ന ഭക്ഷണത്തെക്കുറിച്ച് മുറുമുറുപ്പില്ലാതെ സ്വീകരിക്കാൻ പഠിക്കുക. അതും ത്യാഗമാണ്. കമന്റ് പറയാതെ, ക്രിറ്റിസിസം നടത്താതെ കിട്ടുന്നത് സന്തോഷത്തോടെ സ്വീകരിക്കുക, അതും പ്രത്യേകതയാണ്. ഇനി ഒരു നല്ല ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ചില ആണുങ്ങൾ പ്രത്യേകിച്ച് എന്നാ കിട്ടിയാലും പറയും, ഓ എങ്ങനെയുണ്ട് ചേട്ടാ ഈ മീൻ കറി വെച്ചത്? ആ കുഴപ്പമില്ല. എങ്ങനെയുണ്ട് ഇറച്ചി ഒലത്തിയത്? കുഴപ്പമില്ല. എങ്ങനെയുണ്ട് ചേച്ചി കെട്ടിവൻ? ആ വലിയ കുഴപ്പമില്ല. അതിനേക്കാൾ നല്ലതിനെ കണ്ടുവച്ചിട്ടുണ്ടെന്ന് തോന്നും പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ.
ഈ കുഴപ്പമില്ല എന്നുള്ള വാക്ക് തന്നെ നമ്മുടെ കുഴപ്പമാണ്. കൊള്ളാം, നല്ലതാന്ന് പറയാൻ നമ്മൾ പഠിക്കുക. പരാതി പറയാതിരുന്നാൽ മാത്രം പോരാ, പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ഏറ്റു പറയാനും നമ്മൾ പഠിക്കണം. അപ്പോൾ 1 വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന, 2 ത്യാഗത്തോടു കൂടിയുള്ള പ്രാർത്ഥന. രോഗത്തിലും ക്ഷീണത്തിലും കിടക്കുമ്പോൾ ആരോടും പരിഭവം പറയാതെ, ആരുടെ മേലും കുറ്റം ആരോപിക്കാതെ ആ സഹനത്തെയൊക്കെ സന്തോഷത്തോടെ സ്വീകരിക്കുമ്പം അത് ത്യാഗത്തോടു കൂടിയുള്ള പ്രാർത്ഥനയാണ്. എൻ്റെ ജീവിതത്തിൽ അറിഞ്ഞു പറയാതെ വന്നുപോയ പാപങ്ങൾക്കുള്ള പരിഹാരമായി ഈ താൽക്കാലിക സഹനത്തെയും നൊമ്പരങ്ങളെയും ഞാൻ സ്വീകരിക്കുന്നു എന്ന് ജീവിതം കൊണ്ട് തെളിയിക്കുമ്പോൾ അത് ത്യാഗത്തോടു കൂടിയുള്ള പ്രാർത്ഥനയായിട്ട് മാറുന്നു. 1 വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, 2 ത്യാഗത്തോടെ പ്രാർത്ഥിക്കുക. 3 യേശു പഠിപ്പിച്ച മറ്റൊരു മാതൃകയാണ് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം. കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥനയ്ക്കെല്ലാം പ്രത്യേക ഫലമുണ്ട്. അത് നമുക്കറിയാം. ഓരോ അമ്മയും അനേക നാൾ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പം മക്കളിൽ മാറ്റം വരും. അപ്പനേക്കാൾ ഉപരി അമ്മയുടെ കണ്ണുനീരും പ്രാർത്ഥനയും. മോനിക്ക എന്ന അമ്മ എത്ര നാള് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോഴാ അഗസ്റ്റിൻ എന്ന പരസ്യഭാവിയായ മനുഷ്യൻ രൂപക്കൂട്ടി വണങ്ങപ്പെടുന്ന അഗസ്റ്റിനസ് പുണ്യാളനായിട്ട് മാറി. കണ്ണുനീരിന്റെ അമ്മയെന്ന് മോനിക്കയെ വിളിക്കുമ്പോൾ അമ്മയുടെയും മോന്റെയും തിരുനാളുകൾ ഓഗസ്റ്റ് മാസത്തിന്റെ അവസാന നാളുകളിൽ സഭാമാതാവ് അടുത്തടുത്ത് ആഘോഷിക്കുന്നു. കാരണം കണ്ണുനീരിന് ഒരു പ്രത്യേക ഫലമുണ്ട്. കാക്കക്കുഞ്ഞ് കരഞ്ഞാൽ തള്ളക്കാക്ക പറന്നു വന്നു കൊത്തും. കോഴിക്കുഞ്ഞ് കരഞ്ഞാൽ തള്ളക്കോഴി ചിറകടിച്ചു വരും. ആട്ടുകുഞ്ഞ് കരഞ്ഞാൽ തള്ളയാട് കൊമ്പ് കുലുക്കും. പശുക്കിടാവ് കരഞ്ഞാൽ തള്ളപ്പശു കുത്താൻ വരും. ഇടിമുഴക്കം പോലും കേൾക്കാത്ത അമ്മ കുഞ്ഞ് കരഞ്ഞാൽ ഞെട്ടി എഴുന്നേക്കും. ഇതാണ് കണ്ണുനീരിന്റെ പ്രത്യേകത. എങ്കിൽ കുരിശിന്റെ മുമ്പിൽ നിന്ന് കരഞ്ഞാൽ ക്രൂശിതൻ ഇറങ്ങി വരും. കുർബാനയുടെ മുമ്പിൽ നിന്ന് കരഞ്ഞാൽ കുർബാനയിലെ ക്രിസ്തു ഇറങ്ങി വരും. ബൈബിൾ വായിച്ചുകൊണ്ട് കരഞ്ഞു ധ്യാനിക്കുമ്പോൾ ബൈബിളിലെ ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. വിശുദ്ധ ബൈബിളിൽ ക്രിസ്തു 2 പ്രാവശ്യം കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായി സുവിശേഷത്തിന്റെ 23-ാം അധ്യായത്തിന്റെ അവസാന വാക്കുകൾ, അവസാന വചനങ്ങൾ, 24-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 2 വചനങ്ങൾ, മത്തായി സുവിശേഷത്തിന്റെ 23-ലെ അവസാന വചനങ്ങളിലും 24-ലെ ആദ്യത്തെ 2 വചനങ്ങളിലും കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്ന ക്രിസ്തുവിനെ നമ്മൾ കാണുന്നുണ്ട്. മത്തായി 24 നമ്മൾ കാണുന്നു, ഒലിവുമല ഇറങ്ങി വരുന്നു, ബദ്ധകയിൽ നിൽക്കുന്ന ക്രിസ്തു അക്കരക്കുന്നിൽ കാണുന്ന ജെറുസലേം നഗരത്തിൽ നോക്കിക്കൊണ്ട് പറയുകയാണ്, ജെറുസലേം ജെറുസലേം, പിടക്കോടി അതിന്റെ കുഞ്ഞുങ്ങളെ ചിറകിന് കീഴിൽ ഒതുക്കുന്നത് പോലെ ഞാൻ നിന്നെ കാത്തിട്ടും പ്രവാചകന്മാരെ കല്ലെറിഞ്ഞവളെ നിനക്ക് ദുരിതം. യേശു കണ്ണുനീരോടുകൂടിയാണ് പറയുക. എന്തു സംഭവിച്ചു? ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന് ശേഷം 37 വർഷം കഴിഞ്ഞപ്പോൾ ജെറുസലേം നഗരം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർന്നു വീണു. ഒരിക്കൽ നീതിമാന്റെ കണ്ണുനീര് വീണ പ്രാർത്ഥനയുടെ മുമ്പിൽ ഒരു മഹാനഗരം തകർന്നു വീണു. രണ്ടാമത് യേശു കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലെ 35-ാം വാക്യത്തിലാണ്. ബൈബിളിലെ ഏറ്റവും ചെറിയ വചനം ഏതെന്ന് ചോദിച്ചാൽ യോഹന്നാൻ 11:35 യേശു കരഞ്ഞു, അത്രേ അവിടെ കുറിച്ചുള്ളൂ. പ്രിയപ്പെട്ട സ്നേഹിതനായ ലാസറിന്റെ ശവകുടീരത്തിന് മുമ്പിൽ വന്നാണ് യേശു കണ്ണുനീർ വാർത്തത്. എന്താണ് സംഭവിച്ചത്? അടുത്ത നിമിഷം അഴുകാത്ത ശരീരത്തോടെ പ്രേതശീലകളാൽ ബന്ധിതനായ ലാസർ ശവകുടീരത്തിൽ നിന്നും പുറത്തു വരും. ഒരിക്കൽ കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ ഒരു മഹാനഗരം തകർന്നു വീഴുന്നു. പിന്നീട് ഒരിക്കൽ കരഞ്ഞപ്പോൾ മരിച്ചു മൺമറഞ്ഞ ലാസർ അഴുകാത്ത ശരീരത്തോടെ പുറത്തു വരുന്നു. അത്ഭുതങ്ങൾ. കണ്ണുനീരോടെയുള്ള പ്രാർത്ഥന നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓരോ നിയോഗവും വെച്ച് വിങ്ങിപ്പൊട്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. കാരണം കർത്താവ് പറയുന്നു, നിന്റെ ഓരോ തുള്ളി കണ്ണുനീരും ഒരു കുപ്പിയിൽ ഞാൻ ശേഖരിച്ചിട്ടുണ്ട്. ഒരു തുള്ളി കണ്ണുനീര് പോലും വൃഥാവിലാവില്ല. ഓരോ തുള്ളി കണ്ണുനീരും ഒരു കുപ്പിയിൽ ഞാൻ ശേഖരിച്ചിട്ടുണ്ട്. ആ ഉറപ്പാണ് ദൈവം നമുക്ക് തരിക. ഇപ്പൊ കരഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന. 4ാമത് പ്രാർത്ഥനയുടെ മറ്റൊരു മോഡൽ യേശു പഠിപ്പിക്കുന്നത് നിലനിൽപ്പോടുകൂടി വേണം പ്രാർത്ഥിക്കാൻ. കുറച്ച് പ്രാർത്ഥിച്ചിട്ട് ഇട്ടേച്ചു പോകരുത്. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ ന്യായാധിപനും വിധവയും. ഒരു ദേശത്തൊരു ന്യായാധിപൻ ക്രൂരനാണ്. ആര് കൂടുതൽ കാശ് കൊടുക്കുമോ അവർക്ക് അനുകൂലമായി വിധി പ്രസ്താവിക്കുന്ന ഒരു ന്യായാധിപൻ. അവിടെ ഒരു വിധവയുണ്ടായിരുന്നു.
കൈക്കൂലി കൊടുക്കാൻ കാശില്ല, പക്ഷേ നിലവിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ശല്യം ഒഴിവാക്കി ഇതിനെ മാറ്റിക്കെട്ടാൻ വേണ്ടി അവസാനം അവൾക്ക് വേണ്ടത് ചെയ്തു കൊടുത്തു എന്നാണ് പറയുക. അപ്പം ക്രിസ്തു പറയുന്നു, ക്രൂരനായ ന്യായാധിപൻ ഇത്രയും കരുണ ഈ സ്ത്രീയോട് കാണിച്ചു എങ്കിൽ തന്നെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരോട് ദൈവം എത്രയധികമായി തൻ്റെ കരുണ കാണിക്കുകയില്ല എന്നാണ് തമ്പുരാൻ ചോദിക്കുക. കാരണം യേശുവിന് തന്നെ അറിയാമായിരുന്നു ഒരു കാര്യം നടക്കാൻ ഏറ്റവും കൂടുതൽ കാലതാമസം എടുക്കുന്നത് കോടതിയിലാണ്. അത് യേശുവിൻ്റെ കാലഘട്ടത്തിലും അതെ, ഇന്നും അതെ. ചില സിവിൽ കേസുകളൊക്കെ തീരാൻ എത്ര കാലമാണ്? ഒരു കോടതിക്കൊരു ഭാഷ തന്നെയുണ്ട്. ആ ഭാഷ അത് കോടതി ഭാഷ. ഒരു ചെറുപ്പക്കാരനെ ശിക്ഷിച്ചോട് പറഞ്ഞു, 5 ദിവസത്തെ വെറും തടവിന് നിന്നെ ശിക്ഷിച്ചിരിക്കുന്നു. അവൻ പറഞ്ഞു, ബഹുമാനപ്പെട്ട കോടതി, എനിക്ക് തൊട്ടാൽ ഇക്കിളിയാണ്, 5 ദിവസം തടവുന്ന കാര്യം ഓർക്കാനേ പറ്റുകയില്ല. കോടതിക്ക് കോടതിയുടെ ഭാഷ. 70 വയസ്സുള്ള ചേട്ടനെ കോടതി ശിക്ഷിച്ചിട്ട് പറഞ്ഞു, കോളേജിൽ പോയ പെൺപിള്ളാരെ കമന്റ് അടിച്ചത് മഹാമോശം. ഷഷ്ടിപൂർത്തി വരെ മനസ്സിലാക്കാം, 70-ാം വയസ്സിൽ കമന്റ് അടിച്ചത് മഹാമോശം. അപ്പം ചേട്ടൻ പറയുന്നത്, ബഹുമാനപ്പെട്ട കോടതി, കാര്യമറിയാതെ എന്നെ പരിഹസിക്കരുത്. കമന്റ് അടിച്ചത് 20-ാം വയസ്സിലാണ്, ശിക്ഷ വന്നപ്പം വയസ്സ് 70 ആയതാ. ഒരു കാര്യം നടത്തി കിട്ടാൻ കാലതാമസം വിടുക. എങ്കിലും നമ്മൾ നിരാശപ്പെടരുത്. ദൈവത്തിൻ്റെ പ്രത്യേകതയുണ്ട്. 2012 ഓഗസ്റ്റ് മാസം 25-ാം തീയതി ഒരു കാര്യം ചോദിച്ചാൽ ചിലപ്പം അതിൻ്റെ റിസൾട്ട് തരുന്നത് 2032 ജൂലൈ മാസം 3-ാം തീയതി ആയിരിക്കും. ചില കാര്യങ്ങൾക്ക് നീണ്ട കാലം കാത്തിരിക്കണം. അബ്രാഹാം കല്യാണം കഴിച്ചത് 18-ാം വയസ്സിൽ, കുഞ്ഞ് ജനിച്ചത് 100-ാം വയസ്സിൽ, കൊച്ചുണ്ടാകുമെന്ന് വാഗ്ദാനം കിട്ടിയത് അബ്രഹാമിന് 75 വയസ്സ് പ്രായമാകുമ്പോഴാണ്. അവിടെയും കാത്തിരുന്നു. അപ്പം നമ്മളൊക്കെ നിലനിൽപ്പോടെ പ്രാർത്ഥിക്കണം, വിട്ടിട്ട് പോകരുത്. ദൈവം നടത്തി തരുമെന്ന വിശ്വാസത്തോടെ നിലനിൽപ്പോടെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥന മുറിക്കരുത്. ഇന്നല്ലെങ്കിൽ നാളെ നിരന്തരം മുട്ടുന്ന ഒരവസ്ഥ. 5-മതൊരു മാതൃക നമ്മൾ കാണുന്നത് എളിമയോടെ പ്രാർത്ഥിക്കണമെന്ന്. എളിമ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങളിൽ കാണാം. പരിസേയനും ചുങ്കക്കാരനും. പരിസേയൻ അഹങ്കാരത്തോടെ പ്രാർത്ഥിച്ചു, ചുങ്കക്കാരൻ വിനയത്തോടെ പ്രാർത്ഥിച്ചു. വിനയത്തോടെ പ്രാർത്ഥിച്ച പ്രാർത്ഥന ദൈവം കേട്ടതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നിട്ട് പറയുന്നു, ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന കേട്ടില്ല, ആ പരിസേയന്റെ പ്രാർത്ഥന കേട്ടില്ല, ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന കേട്ടു എന്നാണ് പറയുക. കാരണം അവൻ്റെ വിനയം, ആ എളിമ. നീ എത്രത്തോളം ഉന്നതനാണോ അത്രയും നിന്നെ തന്നെ താഴ്ത്തുക. ജീവിതത്തിൽ വിനയവും എളിമയും ഉണ്ടോ, ആ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേക ശക്തിയുണ്ട്. വിനയത്തോടെയുള്ള പ്രാർത്ഥന, അതിൻ്റെ ഒരു വലിയ മാതൃകയാണ് മധ്യസ്ഥ പ്രാർത്ഥന. നമ്മൾ ചോദിച്ചു മേടിക്കണം. പ്രാർത്ഥിക്കുമെന്ന് ഉറപ്പുള്ളവരോടൊക്കെ പറയണം, എൻ്റെ ഈ വിഷയം വെച്ച് ഒന്ന് പ്രാർത്ഥിക്കണം. ഒരാളോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറയുമ്പോൾ ഞാൻ എന്നെ തന്നെ വിനയപ്പെടുത്തുകയാണ്. ആ വ്യക്തിയോട് പറയുന്നു, നിന്റെ അത്രയും നന്മയും വിശുദ്ധിയും എനിക്കില്ല, അതുകൊണ്ട് എന്നേക്കാൾ കൂടുതൽ വിശുദ്ധിയുള്ള നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതാണ് മധ്യസ്ഥ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്ന് പറയുക. ധ്യാനമന്ദിരങ്ങളിലേക്ക്, പ്രാർത്ഥനാരൂപങ്ങളിലേക്ക് നിയോഗങ്ങൾ എഴുതി അറിയിക്കണം. അങ്ങനെ പ്രാർത്ഥനാരൂപകളുടെ പ്രാർത്ഥന നമ്മൾ സ്വന്തമാക്കണം. മറ്റുള്ളവരോട് പ്രാർത്ഥിക്കാൻ പറയണം. അവരുടെയൊക്കെ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റണം. അങ്ങനെ ഒരു പ്രാർത്ഥനാ ശൈലി നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം. നമ്മൾ ഒരു വ്യക്തിയോട് എൻ്റെ ഇന്ന നിയോഗത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ നിമിഷം തന്നെ എൻ്റെ പ്രാർത്ഥന ദൈവം ഏറ്റെടുത്തു. പ്രാർത്ഥിക്കാവുന്ന ഏറ്റ വ്യക്തി മറന്നുപോയാലും പ്രശ്നമില്ല, ഞാനത് ഏൽപ്പിക്കുന്ന ദൈവം കണ്ടു, ആ ദൈവം പിന്നീട് പ്രവർത്തിച്ചു തുടങ്ങുകയാണ് ജീവിതത്തിൽ. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒരു മനോഭാവം, പ്രാർത്ഥന വിനയത്തോടുകൂടി പ്രാർത്ഥിക്കുക. എന്നിൽ അയോഗ്യതയുണ്ട്, പക്ഷേ മറ്റു വ്യക്തിയിൽ യോഗ്യതയുണ്ട്, ആ തിരിച്ചറിവോടുകൂടി നമ്മൾ പറയുക. അപ്പം നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ ശൈലി, ഒരു പ്രാർത്ഥനാ മനോഭാവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ സൂക്ഷിക്കുക, ജീവിതത്തിൻ്റെ ഭാഗമാക്കി നമ്മൾ വയ്ക്കുക. ആഫ്രിക്കയിലെ ചില ഗോത്രങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. കുടുംബത്തിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. വീട്ടിൽ നിന്നും പല വഴികളാണ് പറമ്പിൻ്റെ വിവിധ കോണുകളിലേക്ക്. അങ്ങനെ വിവിധ കോണുകളിലേക്കുള്ള വഴികൾ, ഓരോ വഴിയിലൂടെ ഒരു കുടുംബത്തിൽ 12 പേരുണ്ടെങ്കിൽ 12 പേരും അവനവൻ്റേതായൊരു സ്വന്തം വഴിയുണ്ട്. ആ വഴിയെ പറമ്പിൻ്റെ അതിർത്തിയിലേക്ക് നടക്കണം. അവിടെ ചെന്ന് നിന്നിട്ട് അവൻ ഇഷ്ടമുള്ള വിധത്തിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചോണം. 12 പേർക്കും
പക്ഷെ ഓരോരുത്തർക്കും ഓരോ വഴി കൊടുത്തിട്ടുണ്ട്, ആ വഴിയെ പോകണം. കുടുംബത്തിൽ ആരുടെയെങ്കിലും പ്രാർത്ഥന ഒന്ന് കുറഞ്ഞു പോയാൽ അറിവുള്ള കാരണവന്മാർ പറയും, മോനെ നിന്റെ പ്രാർത്ഥനയുടെ വഴിയിൽ പുല്ല് കിളിർത്തല്ലോ, മോനെ നിന്റെ പ്രാർത്ഥനയുടെ വഴിയിൽ പുല്ല് കിളിർത്തല്ലോ എന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ കുറെ നാളായല്ലോ പ്രാർത്ഥിച്ചിട്ട്. വീട്ടിൽ ഭർത്താവിന്റെ പ്രാർത്ഥന കുറഞ്ഞാൽ ഭാര്യ പറയണം, മക്കളുടെ പ്രാർത്ഥന കഴിഞ്ഞാൽ മാതാപിതാക്കൾ പറയണം, ഭാര്യയുടെ പ്രാർത്ഥന കുറഞ്ഞാൽ ഭർത്താവ് പറയണം. പ്രാർത്ഥനയുടെ വഴിയിൽ പുല്ല് കിളിർത്തല്ലോ. കുറെ നാളായിട്ട് എന്തേ പ്രാർത്ഥനയിൽ ഒരമാന്തം, ഒരു താല്പര്യക്കുറവ്. ചിന്തകര് പറയും, ആത്മീയ ചിന്തകർ പിതാക്കന്മാർ പറയും, പ്രാർത്ഥന രാത്രിയുടെ താഴും പ്രഭാതത്തിന്റെ താക്കോലുമാണ്. പ്രാർത്ഥന രാത്രിയുടെ താഴും പ്രഭാതത്തിന്റെ താക്കോലുമാണ്. പ്രാർത്ഥന എന്ന താഴിട്ട് എൻ്റെ ഹൃദയത്തെ പൂട്ടണം, പ്രാർത്ഥന എന്ന താക്കോല് കൊണ്ട് പ്രഭാതത്തിൽ എൻ്റെ ഹൃദയത്തെ തുറക്കണം. അപ്പൊ ഈ ഒരു ചിന്ത മനസ്സിൽ സൂക്ഷിക്കുക, പ്രാർത്ഥിക്കുക, ദൈവം നടത്തി തരുമെന്ന് വിശ്വസിക്കുക, അത് പ്രാപിക്കുക. ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ പരിപാലിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, തിരുമുമ്പാകെ പ്രാർത്ഥനയോടെ ഞങ്ങൾ അണയും. പ്രാർത്ഥനയിൽ ശക്തി സംഭരിക്കുവാൻ, പ്രാർത്ഥിക്കുന്ന വ്യക്തികളായി തീരുവാൻ ഞങ്ങൾ ഓരോരുത്തർക്കും ഇടയാകട്ടെ. ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുവാൻ മടിച്ചു നിന്ന നിമിഷങ്ങളെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. പ്രാർത്ഥന നൽകുന്ന വലിയ ബലം, വലിയ ശക്തി ജീവിതത്തിൽ സൂക്ഷിക്കുവാനും പ്രാർത്ഥനാ നിരതരായ ഒരു ജീവിതം നയിക്കുവാനും അങ്ങനെ ദൈവതിരുസന്നിധിയിലെ മനുഷ്യരായി ജീവിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും.